നമുക്ക് നമ്മുടെ ഈ സ്മാരക പാർക്കിലേക്ക് ഒന്ന് കയറിയല്ലോ. അതിനിടയ്ക്ക് നമ്മുടെ ബാലചന്ദ്രൻ പുതുക്കുടി അത്യാവശ്യം എഴുതാനൊക്കെ ഉള്ള കരിയാണ്. ട്രഷറിൽ ജോലിയായിരുന്നു. നമ്മുടെ പഴയ സുഹൃത്തായിരുന്നു. അദ്ദേഹത്തിനെ നമ്മൾ 38 കൊല്ലത്തിന് ശേഷം കാണുന്നു. SKN40, ഇത് SKN38. ഇതാണ് ബാലേന്ദ്രൻ പുതുക്കുടി. ബാലേന്ദ്രൻ എഴുത്തൊക്കെ ഇപ്പോഴും ഉണ്ടോ? കുറേശ്ശൊക്കെ എഴുത്തുണ്ട്. ട്രഷറി ഓഫീസറായിട്ട് റിട്ടയർ ചെയ്തു. പിന്നെ എവിടുന്നാ റിട്ടയർ ചെയ്ത്? റൂറൽ ജില്ലാ ട്രഷറി താമരശ്ശേരി. കുടുംബമൊക്കെ സുഖമായിരിക്കുന്നു? കുടുംബം സുഖമായിരിക്കുന്നു. കുട്ടികള്? ഒരു മോനേ ഉള്ളൂ. KMCT മെഡിക്കൽ കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസറാണ്. നമ്മുടെ മേപ്പാടി. അവിടെ നമ്മുടെ പ്രധാനമന്ത്രി വന്ന ഹോസ്പിറ്റലിലെ മേപ്പാടി. അവിടെ നല്ല പുള്ളി ഉണ്ടായിരുന്നു ആ സമയത്ത്. തിരക്കായിരുന്നു. അത് ആ സമയത്ത് ഏറ്റവും അവർ ബുദ്ധിമുട്ടായത് ഈ പരിക്ക് പറ്റി അവർ കൊണ്ടുവന്നാൽ അവരെ ആൾക്കാരെ വയറ്റിൽ മണ്ണ് കിലോ കണക്കിന് മണ്ണ് നീക്കം ചെയ്യുകയാണ് ആദ്യം ചെയ്തത്. ദുരന്തത്തിൽ അതാണ് ആദ്യം ചെയ്തത്. അപ്പം ഞങ്ങളും ടെൻഷനായിരുന്നു, ഇവനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. അപ്പം ഞാനും ഭാര്യയൊക്കെ ആകെ വിഷമത്തിലായി. അവസാനം അവൻ തിരിച്ചു വിളിച്ചു. അതോടുകൂടിയാണ് അവൻ ജീവിച്ചിരിക്കുന്നു എന്ന് ഞങ്ങൾ മനസ്സിലാക്കിയത്. അങ്ങനത്തെ ഒരു അപ്പൊ എനിക്ക് ഏറ്റവും വലിയ സന്തോഷം. അല്ലെ ബാലൻ, ഞാൻ ഈ അടുത്തിടയ്ക്ക് ഉണ്ടല്ലോ എന്റെ പണ്ടത്തെ പേഴ്സണൽ ഫയൽ എന്ന് പരിശോധിച്ചപ്പോഴേ അതിനകത്ത് വക്കി മുഹമ്മദ് ബഷീർ വരെ കത്തിരിപ്പുണ്ട്. അപ്പൊ അതിനടുത്തൊരു ബാലേന്ദ്രൻ പുതുക്കുടി മനോഹരമായ അക്ഷരത്തില് മൊബൈലൊന്നും ഇല്ലല്ലോ, ലെറ്ററൊക്കെ എഴുതുമായിരുന്നു. 38 വർഷത്തിന് ശേഷം ഞാൻ കാണുന്നത്. ഞാനന്ന് പത്തനംതിട്ട ജില്ലാ ട്രഷറിയിലാണ്. SKNG അന്ന് തിരുവനന്തപുരം ആകാശവാണിയിലാണ്. അപ്പോൾ എനിക്ക് കാണാനും ഈ പരിപാടിയിലൊന്ന് അഭിനന്ദിക്കാനുമാണ്. ഇതിന് ലോക മീഡിയയിൽ ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടാവില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതെ, ഇങ്ങനെ ഈ ഒരു സംഭവം വലിയ മാറ്റമൊന്നുമില്ല. ഇല്ല ഇല്ല, എവർഗ്രീൻ ആയിട്ട്. സന്തോഷം. എല്ലാ ആശംസകളും അഭിനന്ദനങ്ങളും. ഈ ഒരു സംഭവം ഞാനും മനസ്സിലാക്കിയിടത്തോളം മറ്റു മീഡിയകളിൽ ഒന്നുമില്ല. ഇല്ല. അപ്പൊ ഇതൊരു വലിയൊരു കാര്യമാണ്. അപ്പൊ എല്ലാ ആശംസകളും അഭിനന്ദനങ്ങളും. അപ്പൊ ബാലേന്ദ്ര കുടുംബത്തോട് സന്തോഷമായിട്ട് കഴിയുക. ഇനി നമ്മൾ അടുത്ത 38 കൊല്ലം കഴിഞ്ഞ് വീണ്ടും അല്ലല്ല ഉണ്ടാവുമല്ലോ. അവിടെ കുടുംബമായിട്ട് വരണം. ശരി ശരി, ഓക്കെ. അപ്പൊ നമ്മൾ ഈ 38 കൊല്ലത്തിന് ശേഷം ഒരാളെ കണ്ടുപിടിച്ചു. ഞാൻ കണ്ടോണ്ട് തിരിച്ചറിഞ്ഞു. അപ്പൊ ബാലേന്ദ്രൻ പുതുക്കുടി അല്ല, ഇവിടെ വ്യാപാര സമൂഹം. ഓക്കെ, ഇവര് കുറച്ച് നേരത്തെ വന്ന് നിൽക്കുക. അല്ല, 7 മണിക്ക് നമ്മളെ ചീത്ത പറഞ്ഞോ? എന്താ ചേച്ചിയുടെ പേര്? ബിസിനസ്സുകാരിയാണോ? ലാബ് നടത്താം. എന്ത് ലാബാ? മെഡിക്കൽ ലാബ് നടത്താം. അത്യാവശ്യം നന്നായിട്ട് പോകുന്നുണ്ടോ? 35 വർഷമായിട്ട് അങ്ങ് പോകുന്നു. മുക്കത്തെ കുറിച്ചൊരു പരാതി കേൾക്കുന്നത് ഇവിടെ ഒരു ചെറിയൊരു അപകടം പിടിച്ച സ്പോട്ടാണെന്നാണ്. ഹോട്ട്സ്പോട്ട്. എത്ര ഹോട്ട്സ്പോട്ട് ആകെ ഉള്ളത്? 47 മുക്കമാണെന്നാ പറഞ്ഞത്. നിങ്ങൾ അനുവദിക്കരുത്. തീർച്ചയായും വ്യാപാരി സമിതിയെ സംബന്ധിച്ചിടത്തോളം പ്രസിഡന്റാ? എങ്കിൽ പ്രസിഡന്റ് പറ. തീർച്ചയായും നമ്മളെ സംബന്ധിച്ചിടത്തോളം ലഹരി എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് കഴിഞ്ഞ വാർത്തകളിൽ ചില സമയത്തൊക്കെ ഉണ്ടായിട്ടുള്ള ദുഷ്പ്രചരണങ്ങൾ, വ്യാപാരികൾ ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്ന വാർത്തകൾ വന്നിട്ടുണ്ട്. പ്രചാരണം വന്നു. അങ്ങനെ പ്രചാരണം വന്നു. കോഴിക്കോട് അങ്ങനെ ഒരു രാത്രിയിൽ കടയടക്കുന്നതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ അത്തരം വിഷയങ്ങൾക്ക് ശക്തമായ പോരാട്ടം നടത്തുന്ന സംഘടനയാണ് കേരള വ്യാപാര സഹകരണ സമിതി എന്ന് പറഞ്ഞത്. ഇപ്പൊ കഴിഞ്ഞ മാസങ്ങളിൽ യൂണിറ്റ് തലങ്ങൾ വ്യത്യസ്തമായ ഒരുപാട് പ്രോഗ്രാമുകൾ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ സംഘടിപ്പിക്കാൻ വേണ്ടി നമുക്ക് സാധിച്ചിട്ടുണ്ട്. മാത്രമല്ല ലക്ഷോപലക്ഷം വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വിപത്ത് എന്ന് പറയുന്നത് ഞങ്ങളൊക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം മക്കളൊക്കെ ഒരുപാട് പ്രയാസപ്പെടുന്നതാണ്. മാത്രമല്ല ഇങ്ങനെയുള്ള ഇത് കുറച്ച് മലയാളികളുണ്ട് ഇതിനകത്ത്. ഈ മരുന്ന് ഈ ലഹരി മരുന്ന് വിൽക്കുന്നത്. അപ്പൊ അവരെ കണ്ടു കഴിഞ്ഞാല് ഊര നോക്കി അടി കൊടുത്തു വിടണം. തീർച്ചയായും ഞങ്ങളെ സംബന്ധിച്ച് ഇതിനെതിരെ ശക്തമായ പോരാട്ടം ആ ഡയലോഗ് ഞാൻ വിട്ടു. തീർച്ചയായും ഇതിലിപ്പോ നമ്മുടെ സാഹചര്യം നമുക്കറിയാം. ടൂറിസ്റ്റ് ബസ്സുമായി ബന്ധപ്പെട്ട വിഭാഗം, നമ്മുടെ പെയിന്റ് അടിച്ചുമായി ബന്ധപ്പെട്ട വിവാദം നമുക്കറിയാം. ബസ് മാറുന്ന സമയത്തുണ്ടായ എല്ലാ ബസ്സുകളുടെയും പെയിന്റ് മാറ്റുന്ന ഒരു രീതിയാണ് നമ്മുടെ രാജ്യത്തിന്റെ. അപ്പൊ അത്തരം സംസ്കാരമായി മാറാതെ ലഹരിക്കെതിരെ നടത്തുന്ന ഇത്തരം പ്രതിഷേധ പരിപാടികൾക്ക് തന്നെ ക്രിയേറ്റീവായിട്ട് എഫക്റ്റീവായിട്ട് നടത്താൻ വേണ്ടി സാധിക്കുമ്പോഴാണ് ഈ ഒരു ഉദ്യമം. സാർ ഇത്രയും കഷ്ടപ്പെട്ട് ഇതിനു വേണ്ടി 24 നടത്തിയ ഉദ്യമം പരിശ്രമിക്കുന്നത് വിപത്തിനെതിരെ. അല്ല, അപ്പൊ നമുക്കൊരു റിക്വസ്റ്റ് ഉള്ളൂ. നമ്മളിങ്ങനെ നടക്കുന്നൊക്കെ നമ്മുടെ നാടിന്റെ ഒരു പ്രശ്നമല്ലേ, കേരളത്തിന്റെ ഒരു വലിയ പ്രശ്നമാണ്. കോവിഡിനേക്കാളും വലിയ പ്രശ്നമാണ്. അപ്പൊ അതുകൊണ്ട് 20-ാം തീയതി ഞായറാഴ്ച നമ്മൾ ഉച്ച കഴിഞ്ഞ് 4 മണിക്ക്, വൈകുന്നേരം 4 മണിക്ക് നമ്മളൊരു ശക്തി പ്രകടനമുണ്ട്. 10,000 ലക്ഷക്കണക്കിന് ആൾക്കാരെ പങ്കെടുക്കണം. പങ്കെടുത്താലേ ഈ നാട്ടിലെ കച്ചവടന്മാര് പേടിച്ച് വീട്ടിൽ പോകും. ഇപ്പൊ ഈ സമയത്ത് ലക്ഷോപലക്ഷം കേസുകൾ എടുത്തിട്ടുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. പക്ഷെ അതിൽ 90% പ്രതികൾ ഇപ്പൊ പുറത്താണ്. അല്ല, അതിന് ചില മാറ്റങ്ങളുണ്ടാകും. നമ്മളിതിനായിട്ട് മുഖ്യമന്ത്രി കാണുന്നു. നിയമങ്ങളെ മാറ്റി. സുഖമാണല്ലോ. സെക്രട്ടറിയാണ് വ്യാപാരി വ്യവസായ സെക്രട്ടറിയുടെ പേര് പ്രസിഡന്റ് പേര് പറഞ്ഞു. അലി അക്ബർ. സെക്രട്ടറി എന്റെ പേര് അനീസ്.
സന്തോഷമുണ്ട്. ഏറ്റവും സന്തോഷം എന്താ അനീഷ, നിങ്ങൾ എല്ലാവരും സംഘടിതമായിട്ട് വ്യാപാരി വ്യവസായിയുടെ ശക്തി എന്താണെന്ന് തെളിയിക്കാൻ കോഴിക്കോട് ബീച്ചിൽ തീർച്ചയായിട്ടും എന്തായാലും ഡേറ്റ് മറന്നു പോരുത്. 20 ഞായറാഴ്ച 4 മണി. 20 ഞായറാഴ്ച ഞായറാഴ്ച വൈകുന്നേരം 4 മണിക്ക്. അന്ന് ചേട്ടൻ എന്തോ ഒരു കല്യാണമുണ്ട്, പോകണ്ട. പരിപാടിയില്ല. വ്യാപാരി വ്യവസായ ഏകോപന സമിതിയെ ഈ മുക്കത്തെറ്റവും നിങ്ങൾ പ്രത്യേക പരിഗണന ആസാദ് മുഖാന്തരാണെങ്കിലും ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ഞങ്ങൾ അഭിനന്ദനിക്കുന്ന നിങ്ങൾ വന്ന് ശക്തി എനിക്ക് മൊബൈൽ ഷോപ്പാണ്. മൊബൈൽ എങ്ങനെ നടക്കുന്നു? കുഴപ്പമില്ല, അങ്ങനെ പോകുന്നു. ഈ മൊബൈൽ വാട്സപ്പ് ഇല്ല കൊടുത്താൽ മതി ആൾക്കാർക്ക്. ഈ വാട്സപ്പ് വഴി പല പരിപാടി എല്ലാവരും മൊബൈൽ ഫോൺ എടുക്കുന്നത് വാട്സപ്പിന് വേണ്ടിയിട്ടാണ്. അതിനാണ്. നീര് പൊട്ടിയിട്ടുണ്ട്, അതൊന്ന് കുടിക്കണം. അത് കുടിക്കാം. 2 മിനിറ്റ്. എനിക്ക് നിങ്ങളൊരു കാര്യം പറയാണ്ട്, ഈ ചാനലുകാരോട് ഓക്കെ, നിങ്ങൾ ഈ വിഷയത്തിൽ നിന്ന് ഒരു കാരണവശാലും പിന്മാറാൻ പാടില്ല. ഈ നാടിന് വേണ്ടിയിട്ടും ഇവിടുത്തെ യുവാക്കൾക്ക് വേണ്ടിയിട്ടും നിങ്ങൾ ഈ പോകുന്ന രീതി തന്നെ അവസാനം വരെ ഒരു സമ്മർദ്ദത്തിനും ഒരു രാഷ്ട്രീയക്കാരെ സംസ്ഥാനത്തെ രാസലഹരിക്കാരൻ പത്തി മടക്കി അല്ലാതെ ഞങ്ങൾ പിൻവാങ്ങത്തില്ല. ഒരു മിനിറ്റ്. ഒരു രാഷ്ട്രീയ പ്രവർത്തകരും മറ്റുള്ള ആറ് സമ്മർദ്ദത്തിനും ഭയങ്കര പിന്മാറാൻ ഞങ്ങൾ ഭീഷണിന്റെ പക്കത്താണ്. ഞാൻ റിപ്പോർട്ട് ചെയ്യാൻ സംസാരിച്ചു. ഞങ്ങൾ ഭീഷണിന്റെ പക്കത്താണ്. അതുകൊണ്ട് അതോടൊപ്പം തന്നെ നിങ്ങൾ ചെറിയ കാര്യങ്ങൾ പറയാനുണ്ട്. നിങ്ങൾക്ക് ഞാനിതിൽ ഇന്നെ വിളിച്ചിരുന്നു രാത്രി, പിന്നെ നിങ്ങൾ ചാനലിൽ വിളിച്ചിരുന്ന ആൾ ഇവിടെ ഉണ്ട്, എനിക്ക് അറിയില്ല. എന്തായാലും ശരി, ഒരു അല്ല നിങ്ങൾ റിപ്പോർട്ട് ചാനലിന് 444 അല്ല പിന്നെ 24 ലാസ്റ്റ് നമ്പർ പേരും അറിയില്ല. എന്നെ സംസാരിച്ചിന് എന്നോട് എന്താ പറഞ്ഞ അതോടൊപ്പം പറയാം. ഞങ്ങൾ ഈ ചെറുകിട മേഖലയെ കുറിച്ച് നിങ്ങൾ ആരെങ്കിലും ഒരു പ്രാവശ്യം എങ്ങനെ നിങ്ങൾ മുന്നോട്ട് പോണ്, എന്താ നിങ്ങളുടെ അവസ്ഥ ഇന്ന് വരെ ചോദിച്ചിട്ടുണ്ടോ? നിങ്ങൾ വന്നിട്ടുണ്ടോ? ഞങ്ങളെ ഈ മേഖല കച്ചവടം മുക്കത്തുനിന്നല്ല, മൊത്തത്തിൽ ചെറുകിട മേഖല. അല്ല അത് പറയണം. അതെന്താ അല്ല ഞാൻ പറഞ്ഞുതരാം. 1000 തൊഴിലാളികൾക്ക് സർക്കാർ ജോലി കൊടുക്കുന്നുണ്ടെങ്കിൽ 10,000-കണക്കിന് ആൾക്കാർ ഞങ്ങൾ അവിടെ ജോലി കൊടുക്കുന്നുണ്ട്. ഞങ്ങൾ മോശമായിട്ട് കാര്യമില്ല. ചെറുകിട വ്യാപാരികളെ പ്രശ്നം എന്തെന്ന് ചേട്ടൻ പറ. കാര്യം ചേട്ടൻ പറയുന്ന പോലെ ഇത് കൊടുക്കാതിരിക്കുന്ന പ്രശ്നമൊന്നുമില്ല. പറഞ്ഞുതരാം. ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് ലഹരിയായിട്ട് ഇറങ്ങേണ്ട കാര്യമുണ്ടോ? അത് പറയണം. അതല്ല, അതാണ് നിങ്ങൾ പിന്മാറുന്നത്. 1 പോയിന്റ് ഓൺലൈൻ സർക്കാരും ചെയ്യും. പക്ഷെ സർക്കാരിനൊക്കെ ബോധ്യപ്പെടുത്താൻ ഈ ഓൺലൈനെ കുറിച്ച് കാര്യം ചെയ്യോ? ചേട്ടനെ നേരിടുന്ന പ്രശ്നം ഒന്ന് എഴുതി തരാമോ? ഓക്കെ, 100% എഴുതി തന്നാൽ ഇത് മുഖ്യമന്ത്രിയുടെ ശ്രദ്ധപ്പെടുത്താം. ഉറപ്പാണ്. ഞാൻ പിന്നെ കൂട്ടുകാരനെ ലാസ്റ്റ് 4 സിന്തറ്റിക് ഡ്രഗ്സുകൾ സിനിമകളിൽ വല്ലാതെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഉപയോഗിക്കേണ്ട വിധങ്ങളൊക്കെ സിനിമകൾ പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ ആക്രമണങ്ങൾ ഒരുവിധമൊക്കെ വയലൻസ് പോയെടുക്കുന്ന സിനിമയിൽ എത്ര വയലൻസാണ് വരുന്നത്. അപ്പൊ അതിനൊരു പരിധിവരെ കൺട്രോൾ ചെയ്താലല്ലേ ഇതിനൊക്കെ ഒരു പരിധിവരെ ഉണ്ടാവുള്ളൂ. അതൊരു ഭാഗത്ത് നടക്കുക. ഇപ്പം ലഹരിക്കെതിരെ ഞങ്ങൾ ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് പോകും. എന്റെ പേര് സജീവ്. ചുമട്ട് തൊഴിലാളികൾ എല്ലാവരും ഞങ്ങൾ ഒത്തൊരുമിച്ച് ഞങ്ങൾ ലഹരിക്കെതിരെ ഒന്നിച്ചു നിൽക്കും. ഞങ്ങൾ കേരളത്തിലെ ചുമട്ട് തൊഴിലാളികൾ എല്ലാവരും ഒത്തൊരുമിച്ച് ലഹരിക്കെതിരെയുള്ള എല്ലാ ആക്രമണത്തിനും ഞങ്ങൾ എതിരായിട്ട് ഞങ്ങൾ മുന്നിലുണ്ടാവും. അങ്ങനെയാണ് ചൂട്ട് തൊഴിലാളി എല്ലാം കോഴിക്കോട് വരണം. തീർച്ചയായും ഞങ്ങൾ തീർച്ചയായിട്ടും വരും. നേരത്തെ ഇംഗ്ലീഷ് വളരെ സന്തോഷം. അപ്പോ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇളനീരാണ് നമ്മുടെ ലഹരി. ഇളനീരാണ്. അത് ഒന്ന് കുടിച്ച് നമ്മൾ ഉദ്ഘാടനം ചെയ്യാം. ഇത് സൂപ്പർ ആഷ്മി.